അപ്പോൾ ഇത് കൊച്ചി തൃപ്പൂണിത്തറ ഹിൽ പാലസാണ് കേട്ടോ. അപ്പോൾ അതിമനോഹരമായ ഒരു പാലസാണ്. അത് ഏക്കർ കണക്കിന് സ്ഥലമാണുള്ളത്. അപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. നടന്ന് കാലൊക്കെ വേദന എടുക്കും. നല്ല റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുഡ് കൊണ്ടുവരാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയൊരു ദിനോസറൊക്കെ ഉണ്ട്. അപ്പോൾ മോൾ അവിടെ നിന്ന് വീഡിയോ ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമാവും. പിന്നെ കുറേ ചെറിയ വീടുകളുണ്ട്. 4 കെട്ട് പോലത്തെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കുറേ പുരാവസ്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു സൂ ഉണ്ട്. അവിടെ വേറെ മൃഗങ്ങളൊന്നുമില്ല, മാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെല്ലണവരൊക്കെ അവിടെയുള്ള പുല്ലൊക്കെ പറിച്ച് അതുങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കും. അങ്ങനെ അവിടെ കുറച്ച് സമയം നിൽക്കും. പിന്നെ നമ്മൾ ഈ സൂടെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും കേട്ടോ. അവിടെയാണ് നമുക്ക് കുടിക്കാനുള്ള ജ്യൂസ്, വേറെ കൂൾ ഡ്രിങ്ക്സ്, ചെറിയ സ്നാക്സൊക്കെ ഉള്ളത് കേട്ടോ. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് കഴിക്കാൻ കിട്ടില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ വരാണെങ്കിൽ നമ്മൾ ലഞ്ചൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുളിക്കടവാണ്. നമ്മൾ മണിച്ചിത്രത്താഴിൽ സിനിമയിലൊക്കെ കണ്ട അപ്പോൾ ഒരു വീട് പോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഒരു കുളിക്കുന്ന കുളമൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. പിന്നെ മണിച്ചിത്രത്താഴിയുടെ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി പിന്നെ സീനൊക്കെ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പഴയകാലം കൊച്ചി രാജാവിൻ്റെ ഭരണകാലത്ത് ഇവിടെ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ. ഒരുപാട് വീടുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലപ്പോൾ രാജാക്കന്മാരും മന്ത്രിമാരും അവരുടെ വഴന്മാരൊക്കെ താമസിക്കുന്നതായിരിക്കും. അല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മ്യൂസിയം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിറ്റല്ല കേട്ടോ. രാജാക്കന്മാരുടെ രത്നങ്ങളൊക്കെ പതിച്ച കിരീടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ചെറിയ പുരാവസ്തുക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഏരിയയാണ്. എല്ലാ സ്ഥലങ്ങളൊന്നും പോയില്ല. പോയ ഓരോ ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ തിങ്കളാഴ്ച അവധിയാണ്, ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അതിമനോഹരമായ സ്ഥലമാണ്. പിന്നെ നല്ല വെയിലായിരിക്കും. വെയിലത്ത് നടന്ന് നമ്മൾ അവശതയാവും. നല്ല റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതൊരു ലിഫ്റ്റ് പോലെയാണ് കാണുന്നത്. പഴയ കാലത്തൊരു ലിഫ്റ്റാണെന്ന് തോന്നണത്. അവിടെ ഒരു ഗ്രില്ല് വെച്ച് അവർ അടച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കാണാനായിട്ട്. അവിടെ എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കത് നിന്ന് വായിച്ച് ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടങ്ങോട്ട് പോയുള്ളൂ. എന്നോട് താല്പര്യമുള്ളവരൊക്കെ വായിച്ച് മനസ്സിലാക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു കൊട്ടാരമൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അത്ഭുതമാണല്ലോ. എന്തായിരിക്കില്ല അവരുടെ ഭരണകാലത്ത് ഇവിടെയൊക്കെ ഉണ്ടായത്. രാജാവും തമ്പുരാട്ടിമാരും അതും ഇതൊക്കെ അവിടെ ചെന്ന് അങ്ങനെയൊക്കെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരിക്കും. പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അതേപോലെ പല ബിൽഡിങ്ങായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ സ്ഥലത്ത് ഇതൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ മോളതെല്ലാം കണ്ട് ഹാപ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെല്ലാ ഭാഗങ്ങളും അല്ല, ചില ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഭരണം നടത്തിയ രാജാക്കന്മാരും അവരുടെ ചരിത്രങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അക്കാലത്തെ നാണയങ്ങളും അവരുപയോഗിച്ച പാത്രങ്ങളും അതും ഇതുമെല്ലാം
ഇനി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിരക്കുണ്ട്. ചില വെക്കേഷനൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ അധികം ആളുണ്ടാവില്ല. അപ്പോൾ ഇത് രാജാക്കന്മാരുടെ കസേരയാണെന്ന് തോന്നണം. നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ രാജാവും മന്ത്രിമാരും മറ്റേ പ്രതിനിധികളൊക്കെ രണ്ട് സൈഡിൽ നിരന്നിരിക്കൂലേ, ആ രീതിയിലാണ് കസേരയൊക്കെ ഇട്ടേക്കണത്. രാജാവിൻ്റെ കസേരയാണെന്നാണ് ഭയങ്കര സ്റ്റേജിലിട്ടേക്കും പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഓരോ സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നു കേട്ടോ. ഇത് കുളിക്കടവിൻ്റെ ഭാഗത്തുള്ളതാണ്.